ഏവർക്കും സ്നേഹവന്ദനം. ഇതിന് മുമ്പിലിട്ട വീഡിയോ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ പോകുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചും അവന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമന്നൊഴിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുവനങ്ങ് ആത്മഹത്യ ചെയ്തു, കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ മറ്റുള്ളവരെ കൊന്നിട്ടോ ആത്മഹത്യ അങ്ങ് ചെയ്തതിന് ശേഷം എൻ്റെ അനുഭവം എന്തോ അതൊന്ന് ചിന്തിക്കുന്നത് നന്നല്ലേ. അതായത് ആത്മഹത്യ ചെയ്തു, അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അവൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൽ നിലനിൽക്കുകയാണ്. ഇനി അവൻ്റെ അവസ്ഥ, ഈ മരിച്ചവൻ്റെ അവസ്ഥ എന്താ, അത് നമുക്കൊന്ന് അറിയണ്ടേ. തീർച്ചയായിട്ടും അതുകൂടെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ആത്മഹത്യകളൊക്കെ ഒന്ന് ഒഴിവാക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കടബാധയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയെ പറ്റി പറയാം. നമ്മൾ മുൻ വീഡിയോ കണ്ടതുപോലെ ഇപ്പോൾ 10 ലക്ഷം രൂപ ബാങ്കിൽ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ നിർവാഹമില്ല. അത് ശരിക്കും മനഃപൂർവ്വം കബളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ കൊടുക്കാൻ നിർവാഹമില്ല. ഇനി എന്നെ കൊണ്ട് സാധ്യമല്ല, എനിക്ക് ഒരിക്കലും ആ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് മരിക്കുകയാണ്. ഏട്ടാ, ഇവൻ അന്ന് രാത്രി അല്പം വിഷം കഴിച്ചോ, അല്ലെങ്കിൽ ഒരു തുണ്ട് കയറിലോ കെട്ടി തൂങ്ങിയോ, അവനങ്ങ് മരിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞു. ഇനി അവൻ്റെ കുടുംബം ഈ കടം വീട്ടുവാൻ ഓടുകയാണ്. ഈ കുടുംബത്തിൽ ഈ കടബാധ്യത തീരുന്നില്ല. അവൻ്റെ പിൻതലമുറക്കാരെങ്കിലും ഈ കടം വീട്ടിയേ പറ്റൂ. എന്ന് മാത്രമല്ല, നമ്മൾ ഈ പൈസ കൊടുപ്പാനുള്ളവൻ്റെ അവസ്ഥയും ഭയങ്കരമാണ്. അവൻ്റെ സ്വന്തം പൈസയിൽ എടുത്ത് തന്നത് അവൻ സ്നേഹത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളുടെ പേരിലോ തന്നതാണ്. ഇപ്പോൾ ബാങ്ക് ലോണാണെങ്കിലും അങ്ങനെ തന്നതാണ്. പക്ഷേ ഈ ബാധ്യത ഇവിടെ കിടക്കുകയാണ്. നീ അത് മരിച്ചതുകൊണ്ട് ഈ ബാധ്യത തീർന്നു പോകുന്നില്ല. നിൻ്റെ ആസ്തി എന്തുണ്ടെന്ന് ബാങ്കുകാരാണെങ്കിൽ നിൻ്റെ ആസ്തി കണ്ടെത്തും. ഇനി ഒരാസ്തിയും ഇല്ലെങ്കിലും ബാക്കി കാര്യം എനിക്ക് അത്ര വ്യക്തതയില്ലെങ്കിലും ആ പ്രശ്നം അവിടെ പരിഹരിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ നീ തൽക്കാലം ഭൂമിയിൽ നിന്ന് പോയെങ്കിലും ഈ പ്രശ്നം അവിടെ ബാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാനുള്ള പണമാണെങ്കിലോ നീ ആത്മഹത്യ ചെയ്താൽ തന്നെ ഈ ബാധ്യത നിൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ പേരിലും വരും, അല്ലെങ്കിൽ ആ പിന്തുടർച്ചക്കാരിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ ഒരുപക്ഷെ പോയത് പോട്ടെ എന്ന് പറഞ്ഞ് വിചാരിച്ചാലും ഒരിക്കലും ഈ ഒരു ദുഃഖഭാരത്തിൽ നിന്ന് ഈ കുടുംബം രക്ഷ നേടുന്നില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബം അല്ലെങ്കിൽ തൻ്റെ സമൂഹം ഇതിൻ്റെ പ്രശ്നങ്ങളിലെ ബാധ്യത നിരന്തരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ശാപങ്ങളിൽ നിന്നും ഇതിൻ്റെ മാനസിക വിഷമങ്ങളിൽ നിന്നും ഇതിൻ്റെ അപമാനത്തിൽ നിന്നും ആ കുടുംബം ഒരിക്കലും മാറ്റം വരുന്നില്ല. ഇപ്പം ഒരു കൊല്ലം ജില്ലയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ആത്മഹത്യ ചെയ്തു. സാമ്പത്തിക പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കേട്ടു, അവർക്ക് 17 വയസ്സുള്ളൊരു പെൺകുഞ്ഞുണ്ട്, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട്, +2 അങ്ങോട്ട് പഠിക്കുന്ന ഒരു പെൺകൊച്ചു. നോക്ക് ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താ. അപ്പനും അമ്മയും മരിച്ചുപോയി, കടം ബാക്കി കിടക്കുക, ലക്ഷങ്ങൾ ബാക്കി കിടക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, അല്പമെങ്കിലും നിങ്ങൾ സുബോധമുണ്ടെങ്കിൽ ഇത് ചെയ്യരുത്. ആവട്ടെ, ഇനി അങ്ങനെ നമ്മൾ എല്ലാ വിഷയം കണ്ടല്ലോ, കുടുംബ തകർച്ചകൾ ഇല്ലേ. ചില ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ട് ഭർത്താവ് ഇപ്പം വിദേശത്താണ്, മടങ്ങി വരുന്ന സമയത്ത് അവർക്ക് അവനെ ഫേസ് ചെയ്യുവാൻ ധൈര്യമില്ലാതെ പോയി മരിക്കാറുണ്ട്. ചില പുരുഷന്മാരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, തെറ്റായ വഴികൾക്കൂടെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തിക്താനുഭവങ്ങൾ ഈ കുടുംബങ്ങളെല്ലാം അനുഭവിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി മരിച്ച വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് ചിന്തിക്കുന്നതെന്നല്ലേ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ആ കടബാധ്യതയൊക്കെ ഞാൻ ഒരു വ്യക്തിക്ക് ഒരു 10 ലക്ഷം കൊടുക്കാറുണ്ടെങ്കിൽ ഒരു തുക കൊടുക്കാറുണ്ട്, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പ്രശ്നം ഇവിടെ തീർന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പ്രിയരെ, പ്രശ്നം ഇവിടെ തീരുന്നില്ല. മരിച്ച വ്യക്തിയുടെ പ്രശ്നം ഇവിടെ തീരുന്നില്ല. കാരണം എന്താണ്, ദൈവത്തിൻ്റെ നിയമം നിങ്ങൾ അറിയണം, ദൈവം ആരെന്ന് നിങ്ങൾ അറിയണം. ഇനി ഞാൻ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒരാൾക്കാണ് ഞാൻ 10 ലക്ഷം തരാനുള്ളത്, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ പ്രശ്നം അങ്ങ് തീർന്നല്ലോ. എന്നെ സംബന്ധിച്ചാലും പ്രശ്നം തീർന്നെന്ന് വെച്ചാണ് ഞാൻ മരിക്കുന്നത്. പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നറിയാമോ, ഇനി ബാങ്കിലെ ലോണാണെങ്കിൽ ഇവിടെ തീരുന്നില്ല. ഇനി സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആത്മഹത്യ ചെയ്ത മനുഷ്യന് ഈ വാക്കിൽ തന്നെയുണ്ട്, ആത്മാവിനെ ഹത്യ ചെയ്ത് വെച്ചാൽ നാശത്തിലേക്ക് വിട്ടുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തി ഇനി വീണ്ടും ഈ പണം അവൻ ആർക്ക് കൊടുക്കാനുണ്ടോ ആ വ്യക്തിയുടെ മുമ്പിൽ നിൽക്കേണ്ടതായിരിക്കുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചതിന് ശേഷം അതൊരു അത്ഭുതമല്ലേ. മരിച്ച ഒരു വ്യക്തി, ഞാൻ ആർക്ക് വേണ്ടിയിട്ട്, ആരുടെ മുമ്പിലാണോ അല്ലെങ്കിൽ ആർക്കാണോ ഞാൻ പൈസ കൊടുക്കാനുള്ളത് ആ വ്യക്തിയുടെ മുമ്പിൽ ഞാൻ മരിച്ചതിന് ശേഷം, ആ വ്യക്തി മരിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിൽ വീണ്ടും ഇതേ രൂപത്തിൽ ഈ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട, ഒരു ആത്മഹത്യ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അപ്പോൾ ഇത് എല്ലാം മനുഷ്യരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ഒളിച്ചോട്ടങ്ങൾ നടത്തി കഴിഞ്ഞാലും ഒരു ദിവസം വീണ്ടും നമ്മൾ തമ്മിൽ മുഖാമുഖം കാണുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ പരിഹാരമില്ലാതെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ മുമ്പിൽ വീണ്ടും നമ്മളെന്താണ് ഈ പ്രശ്നവുമായിട്ട് നിൽക്കുകയാണ്. അതായത് മരിച്ച മനുഷ്യരെല്ലാം വീണ്ടും എഴുന്നേറ്റ് വരുമെന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മളിവിടെ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഈ അറിവ് ഞങ്ങൾ പകർന്നു തരികയാണ്. ഈ അറിവ് പകർന്നു തരുമ്പോൾ എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചോദിക്കും, പിന്നെ എങ്ങനെ ഞാൻ ഈ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകും, എങ്ങനെ ഈ പ്രശ്നം ഞാൻ പരിഹരിക്കും? പ്രിയപ്പെട്ടവർ, അതിനാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പരിഹാരകനുണ്ട്, ക്രിസ്തുവുണ്ട്. നിങ്ങൾ അവനിൽ ആശ്രയിച്ചാൽ അവൻ അതിന് പരിഹാരം തരും, വിശ്വസിക്കുന്നെങ്കിൽ പരിഹാരം തരും. അപ്പോൾ കടബാധ്യതയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അല്ല ആത്മഹത്യ ചെയ്തതിന് ശേഷം ഞാൻ ആർക്കാണോ കൊടുക്കാനുള്ളത് ആ മനുഷ്യനും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചതിന് ശേഷം തമ്മിൽ ഇതേ രൂപത്തിൽ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് എന്നൊരു സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. അപ്പോഴെന്താണ് ഈ വിഷയം വീണ്ടും അവിടെ കിടക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ന്യായാധിപതിയുണ്ട്, അവിടെ ഒരു ജഡ്ജിയുണ്ട്. പക്ഷേ എന്താണ്, ആ ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ അവന് കൊടുക്കുവാനുള്ള കടം കൊടുത്ത് തീർക്കാതെ മരിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്ത വഴിയും എനിക്കൊരു നരകശിക്ഷയുണ്ട്. അതൊരു നരകത്തിലേക്കുള്ള ഒരു വഴിയെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ വിഷയത്തിലും പണ്ടൊരിക്കൽ ഒരു 2 കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ എന്തോ ചെറിയ മോഷണം നടത്തി, എന്തോ താൽക്കാലികമായി അവർ മോഷ്ടാക്കളൊന്നുമില്ല, പക്ഷേ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് അവർ മോഷ്ടിച്ച് വിറ്റു. ഇത് ഭയങ്കര കേസായി. ഈ കുഞ്ഞുങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. ഈ 2 കുഞ്ഞുങ്ങളും കൂടെ പോയി ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവർക്ക് ദൈവത്തെപ്പറ്റി ഒരു ബോധം വന്നിരുന്നിരുന്നെങ്കിൽ അവരെ ചെയ്യത്തില്ലായിരുന്നു. നിസ്സാര കാര്യങ്ങളാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ആത്മഹത്യ ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. എത്ര നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മരിച്ചതിന് ശേഷവും നമ്മുടെ കണക്ക് തീർക്കപ്പെടും, അല്ലെങ്കിൽ തീർക്കാതെ നമ്മളിവിടെ മരിക്കുന്നുവെങ്കിൽ മരിച്ചതിന് ശേഷവും നമ്മളിതിൻ്റെ ബാധ്യതയിൽ തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതൊരു മനുഷ്യരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഏത് പ്രശ്നവും ഭൂമിയിൽ വെച്ച് പരിഹരിക്കണം. പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒക്കത്തില്ല. പക്ഷേ ഏത് പ്രശ്നവും പരിഹരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് നമ്മൾ തന്നെ സ്വസ്ഥതയോടുകൂടി മരിക്കണം. ആരോടും ബാധ്യതയില്ലാതെ സ്വസ്ഥതയോടുകൂടി മരിക്കണം. അങ്ങനെ മരിക്കുന്നുവെങ്കിൽ നമുക്ക് നിത്യമായിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പണത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് ഒരു ഭാര്യ കെട്ടി തൂങ്ങിച്ചാത്തു. അവൾക്കിനി ആ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നാണ് നിൽക്കാനുള്ള ശക്തിയില്ല. പക്ഷേ മരിച്ചതിന് ശേഷം ഈ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കണം. നീ രഹസ്യമായിട്ട് വെച്ചതെല്ലാം അവൻ്റെ മുമ്പിൽ കാണിക്കപ്പെടും, പരസ്യപ്പെടുത്തപ്പെടും. തിരിച്ചും ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും കാണിക്കുക. ഇതെല്ലാം അവൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കേണ്ടി വരും. ഇവിടെ എല്ലാ തലത്തിലും, ഭരണതലത്തിലും ബിസിനസ് തലത്തിലും എല്ലാ തലത്തിലും നമ്മളെന്താണ് സത്യസന്ധരായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ കാര്യം ഇതാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നമുക്കുണ്ട്. അപ്പോൾ ഭൂമിയിൽ വെച്ച് നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും നല്ലൊരു മനസ്സാക്ഷി കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ദൈവത്തോടുള്ള മനസ്സാക്ഷി എങ്ങനെയാണ്? നമ്മളറിയാം, നമ്മൾ ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നത് എല്ലാ മനുഷ്യരും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ക്രിസ്തീയ മതം ഉൾപ്പെടെ, ക്രിസ്തീയ മതത്തിലെ തിരുമേനിയും അച്ഛന്മാരും ഉൾപ്പെടെ സത്യദൈവത്തെ അല്ല ആരാധിക്കുന്നത്. സത്യദൈവം ക്രിസ്തുവാണ്. അപ്പോൾ അവനുൾപ്പെടെ, അപ്പോൾ മറ്റ് ജാതികളുടെ കാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് സത്യദൈവത്തിൽ വിശ്വസിച്ച് വേണം മരിക്കാനെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. അപ്പോൾ ആ സത്യസുവിശേഷത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് നമ്മൾ സമാധാനം കണ്ടെത്തണം. അതിനൊരു വചനമുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവവുമായിട്ട് നമ്മളെ നീതീകരിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. ആ യേശുക്രിസ്തുവിലേക്ക് ഒരുവൻ വന്നിട്ട് അതിൻ്റെ അനേക വീഡിയോകൾ ഞാനിതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് കേൾക്കാം. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വന്നിട്ട് ആ ക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവവുമായിട്ട് എന്താണ് നിരപ്പിക്കപ്പെടുന്നത്. ദൈവം നമ്മുടെ പിതാവും നമ്മൾ മക്കളുമായിട്ട് തീരണം. ഇതാണ് സകല മനുഷ്യരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം. അങ്ങനെ നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ സ്വർഗീയ പ്രവേശനം സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അത് ദൈവത്തോടുള്ള നീതീകരണം യേശുക്രിസ്തു. ഇനി നമ്മുടെ പ്രശ്നങ്ങൾ മനുഷ്യരോടുള്ള നീതീകരണം എന്താണ്? നമ്മളെല്ലാം മനുഷ്യർ തമ്മിൽ തെറ്റും കുറ്റവും ഒക്കെ ചെയ്തിട്ടുള്ളത്. ക്ഷമ പറയേണ്ട അടുത്ത് ക്ഷമ പറയുവാനും. ഇപ്പം ഞാൻ ഒരാളുടെ കടം മേടിച്ചു, കൊടുക്കാൻ പിന്നെ കഴിഞ്ഞില്ല, ഞാൻ മനഃപൂർവ്വം കബളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കഴിഞ്ഞില്ലയോ, അപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ് എനിക്കത് ആകട്ടെ, ഞാനത് തരും. ഓക്കെ, അദ്ദേഹം പറയട്ടെ നിൻ്റെ കൈ കിട്ടുമ്പോൾ തന്നുവെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു നിരപ്പ് നമ്മളിവിടെ നടക്കണം. അല്ല, നമ്മൾ മരിക്കുമ്പോൾ ഈ കടം കൊടുത്തു തീർക്കാൻ കഴിയത്തില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ എന്താണ് സന്തതികളോട്, നമ്മുടെ വരും തലമുറകളോട് നമുക്ക് പറയാം, ഇന്ന ആൾക്ക് ഞാൻ ഇത്ര രൂപ കൊടുക്കാനുണ്ട്, നീ അത് കൊടുത്തു വിടണം, അപ്പന് വേണ്ടി നീ അത് കൊടുത്തു വിടണം. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാർക്കോ ബന്ധുക്കളോട് ഒരു എഗ്രി ചെയ്യാം, എനിക്കത് സാധ്യമായിട്ടില്ല, നിനക്ക് കഴിയുമെങ്കിൽ നിൻ്റെ സാഹചര്യത്തിനൊത്തവണ്ണം കടം കൊടുത്തു വിടണം. ഇങ്ങനെ നമ്മളെന്താണ് ക്ഷമ പറഞ്ഞും ഇങ്ങനെ കാര്യങ്ങളെ ക്രമീകരിച്ച് നമ്മൾ ആരും മനഃപൂർവ്വം മനുഷ്യരെ കബളിപ്പിക്കാൻ ശ്രമിക്കല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കബളിപ്പിക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ.
പിന്നെ നാശം മാത്രമേ ഉള്ളൂ. നമ്മുടെ തലമുറകൾ പോലും നശിച്ചു പോകാൻ, അനേക തലമുറകൾ നശിച്ചു പോകാൻ കാരണം അപ്പന്മാരുടെ സാമ്പത്തികമായിരിക്കുന്ന ഈ തട്ടിപ്പുകൾ ഒരു സൈഡ്, പിന്നെ മറ്റ് ഇമ്മോറാലിറ്റികൾ, അമ്മമാരുടെ അപ്പന്മാരുടെ ഒക്കെ ആയിരിക്കുന്ന തെറ്റ്, കുടുംബജീവിതത്തെ സ്നേഹിക്കാത്ത ഇമ്മോറാലിറ്റികൾ കുഞ്ഞുങ്ങളെയും ബാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരെ ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാൻ ആഗ്രഹിക്കുകയും ആ ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ ഭൂമി വെച്ച് തീരത്തില്ല. ഈ ഭൂമി മരിച്ചതിന് ശേഷം ലോകാവസാന ദിവസം ഈ ആത്മഹത്യ ചെയ്യുവാൻ കാരണക്കാരനായിരിക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്തവൻ ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്നും പ്രശ്നം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭൂമിയിൽ വെച്ച് എല്ലാ പ്രശ്നവും പരിഹരിപ്പാൻ യേശുക്രിസ്തുവുണ്ട്. എന്നെ കേൾക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് പറയുന്ന പോലെയാണ് പറയുന്നത്. കാരണം എനിക്കറിയാൻ പറ്റും, ഓരോ മനുഷ്യരുടെയും വേദനകളറിയാം, ദുഃഖങ്ങളറിയാം, കടബാധ്യതകളെ പറ്റി എനിക്കറിയാം. ഞാൻ ഈ വിഷയങ്ങളിലെല്ലാം കടന്നു പോയിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടാണ് ഇത് പറയുന്നത്. എല്ലാത്തിനും പരിഹാരം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സകലത്തിനും പരിഹാരമാണ്. എല്ലാത്തിനും. നിങ്ങൾ മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ വ്യഭിചാരത്തിലോ ഏത് പാപ സ്വഭാവത്തിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരം യേശുക്രിസ്തുവുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റിയുള്ള കുറ്റബോധം കൊണ്ട് ആരും കെട്ടിത്തൂങ്ങണ്ട. ആ കുറ്റബോധം മായ്ച്ചു തരുവാൻ യേശുക്രിസ്തുവിന് കഴിയും. എന്തൊരു സ്നേഹമായില്ലേ! നമ്മുടെ പാപങ്ങളെ സമ്പൂർണ്ണമായിട്ടും മായ്ക്കുന്ന കഴിയും. പണ്ട് ഷിക്കാഗോയിൽ നടന്ന ലോക മതസമ്മേളനത്തിനകത്ത് നമ്മുടെ സ്വാമി വിവേകാനന്ദനൊക്കെ എഴുന്നേറ്റ് വലിയ മനോഹരമായിരിക്കുന്ന ആരുടെയും ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന, ബുദ്ധിമണ്ഡലങ്ങൾ ത്രസിപ്പിക്കുന്ന പ്രസംഗമൊക്കെ പറഞ്ഞു. പക്ഷേ അന്നൊരു ക്രിസ്ത്യൻ, ഒരു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആവട്ടെ, ഈ സ്വാമിയുടെ പ്രസംഗം വളരെ മനോഹരമായിരിക്കുന്നു, അത് നമ്മളെ ത്രസിപ്പിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഒരു മനുഷ്യനൊരു കൊലപാതകം ചെയ്തു, അറിഞ്ഞോ അറിയാവോ ചെയ്തു പോയി. ഞാൻ ചോദിക്കുക, എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഈ മനുഷ്യൻ്റെ മനസ്സാക്ഷിക്ക് ഒരു സമാധാനം കൊടുക്കാൻ ആർക്ക് കഴിയും? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സ്വാമി വിവേകാനന്ദനും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത ഒരു തെറ്റിൽ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ ആ മനസ്സാക്ഷിക്ക് ഒരു സമാധാനം കൊടുക്കാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ആകിയാൽ നിങ്ങളാരും ഈ ക്രിസ്തുവിനെ ഇനി നിഷേധിക്കില്ല. നിങ്ങളാരും ഈ ക്രിസ്തുവിൻ്റെ രക്തത്തെ, നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട ഈ ക്രിസ്തു രക്തത്തെ നിഷേധിക്കില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ യേശുക്രിസ്തുവിനെ പറ്റി പരിഹസിച്ചെഴുതുന്ന അനേകരെ ഞാൻ കണ്ടിട്ട് ദുഃഖിക്കാറുണ്ട്. കർത്താവ് ഇവരുടെ കണ്ണും തുറന്നിരുന്നെങ്കിൽ. ഇവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ക്രിസ്തു മരിച്ചത്. എന്നിട്ട് അവർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയാതെ വെറും പൈശാചികമായിരിക്കുന്ന മതങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ ഏകരക്ഷകനെ വേണ്ട എന്ന് വെച്ച് മരിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവരുടെ ഗതി എന്താണ്? നിങ്ങൾക്കാർക്കും അങ്ങനൊരു ഗതി വരല്ല. ഒരു മതത്തിലും ദൈവമില്ല. ഒരു മതത്തിലും ദൈവസ്നേഹമില്ല. താനും ഒരു മതത്തെയും ദൈവം സ്നേഹിക്കുന്നില്ല. ഒരു മതത്തിൻ്റെയും കൂടെ ദൈവവുമില്ല. എന്നുവെച്ചാൽ ക്രിസ്തീയ മതത്തിൻ്റെ ഉൾപ്പെടെ ദൈവമില്ല. കത്തോലിക്കായാലും മർത്തോമായാലും ഓർത്തഡോക്സുകാരായാലും ആരുടെയും കൂടി ഇല്ല. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുന്ന ഏത് പാപിയുടെയും കൂടിയും ദൈവം ജീവിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഏത് വ്യക്തിയുടെയും കൂടെ കർത്താവ് വരും. അതിന് മാനസാന്തരപ്പെടണം, പിന്നെ സ്നാനം ഏൽക്കണം. അപ്പോൾ ദൈവം ആത്മാവിനെ തരും. അതൊക്കെ അനേക വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്കിലും ആത്മഹത്യ ചെയ്താൽ ഇങ്ങനത്തെയാണ് പ്രശ്നങ്ങൾ. ഇവിടം കൊണ്ട് തീരുന്നില്ല, വരുവാനിലേക്ക് ലോകത്തിലും തീരത്തില്ല എന്ന് നമുക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. ഏത് വിഷയമാണെങ്കിൽ അത് മല പോലെ ഉയർന്നിരുന്നാലും പരിഹാരം യേശുക്രിസ്തുവിലുണ്ടെന്നുള്ള ഈ നല്ല ദൂത് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ഇത് അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.